അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ചില സന്ദർഭങ്ങളിൽ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രി മുഴുവനും കഴിച്ചു കൂട്ടുമായിരുന്നു. മറ്റൊരു പ്രവൃത്തിയും ആ സമയത്ത് ചെയ്യില്ല, ഒരേ ഖുർആൻ ഓത്ത് തന്നെയായിരിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചില സമയത്ത് വിത്റിൻ്റെ ഒരു റക്അത്തിൽ തന്നെ ഖുർആൻ ഷരീഫ് മുഴുവനും ഓതി തീർത്തിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ നിലയിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും ഒരു രാത്രിയിൽ ഖുർആൻ ഷരീഫ് മുഴുവനും ഓതി തീർത്തിരുന്നു. സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു കഅബയുടെ ഉള്ളിൽ വെച്ച് 2 റക്അത്തിൽ ഖുർആൻ ഷരീഫ് പൂർണ്ണമായും ഓതിയിരുന്നു. സാബിത്ത് ബന്നാനി റളിയല്ലാഹു അൻഹു, അബൂ ഹറ റളിയല്ലാഹു അൻഹുവും ഒരു പകലും രാത്രിയും കൂടി ഖുർആൻ ഷരീഫ് മുഴുവൻ ഓതി പൂർത്തിയാക്കിയിരുന്നു. അബൂ ഷൈഖ് ഹന്നായി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു രാത്രി ഖുർആൻ ഷരീഫ് 2 ഖത്തവും 10 ജുസും ഓതി. ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ 3-ാമത്തെ ഖത്തവും തീർക്കുമായിരുന്നു. സാലിബിന് കൈസാൻ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോൾ വഴിയിൽ വെച്ച് അധിക ദിവസങ്ങളിലും ഒരു രാത്രി 2 ഖത്തം വീതം ഓതുമായിരുന്നു. മൻസൂർ ബിൻ സൈദാൻ റളിയല്ലാഹു അൻഹു ളുഹ നിസ്കാരത്തിൽ 1 ഖത്തവും ളുഹർ മുതൽ അസ്ർ വരെ 1 ഖത്തവും ഓതുകയും രാത്രിയിലെല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. കൂടാതെ തലപ്പാവിൻ്റെ വാല് കണ്ണുനീർ കൊണ്ട് നനഞ്ഞു പോകത്തക്ക രീതിയിൽ കരയുകയും ചെയ്തിരുന്നു. ഇതുപോലെ മറ്റു പല മഹാന്മാരുടെയും സംഭവങ്ങൾ രാത്രി നിസ്കാരം എന്ന ഖിയാമുൽ ലൈൽ എന്ന കിതാബിൽ മുഹമ്മദ് ബിൻ നസ്ർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണുന്നു. ഇഹ്യായുടെ ശറയിൽ ഇപ്രകാരം എഴുതുന്നു, സലഫികളായ മഹാന്മാരുടെ പതിവ് ഖുർആൻ ഓതി തീർക്കുന്ന വിഷയത്തിൽ വ്യത്യസ്തങ്ങളായിരുന്നു. ചില മഹാന്മാർ ദിവസവും ഓരോ ഖത്തവും, മറ്റു ചിലർ ദിവസവും 2 ഖത്തവും ഓതിയിരുന്നു. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റമദാൻ അല്ലാത്ത കാലങ്ങളിൽ ദിവസവും ഓരോ ഖത്തവും, റമദാൻ മാസത്തിൽ ദിവസം 2 ഖത്തം വീതവും ഓതുമായിരുന്നു. അസ്വദ് റളിയല്ലാഹു അൻഹു, സാലിബ് ബിൻ കൈസാൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, മറ്റൊരു സംഘം മഹാന്മാർ എന്നിവരുടെ പതിവും ഇപ്രകാരം തന്നെയായിരുന്നു. സലീം ബിൻ അത്തർ റളിയല്ലാഹു അൻഹു താബിയിൽപ്പെട്ട ഒരു മഹാനും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഈജിപ്ത് വിജയത്തിൽ പങ്കെടുത്ത ആളുമാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കസസിലെ ഗവർണറായി നിയമിച്ചു. ഓരോ രാത്രി 3 ഖത്തം ഓതി പൂർത്തിയാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബുൽ അദ്കാറിൽ രേഖപ്പെടുത്തുന്നു,
ഖുർആൻ ഓതുന്ന വിഷയത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇബ്നുൽ ഖാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പതിവാണ്. അദ്ദേഹം ദിവസവും ഖുർആൻ ഷരീഫ് 8 ഖത്തം ഓതി പൂർത്തിയാക്കിയിരുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതായി ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഖുർആൻ ഓതലിന് കണക്ക് ഇത്രയായിരിക്കണമെന്നൊരു പ്രത്യേക നിബന്ധനയില്ല. ഓതുന്നവരുടെ ഉത്സാഹത്തിനനുസരിച്ചാണ് അതിൻ്റെ നില. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റമദാനിൽ 61 പ്രാവശ്യവും ഖുർആൻ ഷരീഫ് ഓതിത്തീർത്തിരുന്നു. പകൽ 1, രാത്രി 1. റമദാനിലെ തറാവീഹ് നിസ്കാരത്തിൽ എല്ലാം കൂടി 1 എന്നിങ്ങനെയായിരുന്നു അതിൻ്റെ കണക്ക് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 3 ദിവസത്തേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് ഖുർആൻ ഓതി പൂർത്തിയാക്കുന്നവർക്ക് ചിന്തയോടുകൂടി ഓതാൻ കഴിയുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു. ഇക്കാരണം കൊണ്ട് 3 ദിവസത്തേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് ഖുർആൻ ഷരീഫ് ഓതിത്തീർക്കുന്നത് ഹറാമാണെന്ന് ഇബ്നു ഹസമും മറ്റും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എന്നാൽ നാം ആലോചിക്കേണ്ട വിഷയം ഇതാണ്. അതായത് ഈ ഖുർആൻ ചിന്തയോടുകൂടെ അല്ലാതെ ഓതിത്തീർക്കുക എന്നത് സാധാരണ പൊതുവെയുള്ള വ്യക്തികളെ സംബന്ധിച്ചുള്ളൊരു അഭിപ്രായം മാത്രമാണ്. കാരണം സഹാബാക്കളുടെ ഒരു സംഘം ഇതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് ഖുർആൻ ഓതിത്തീർത്തിട്ടുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേ നിലയിൽ കൂടുതൽ എത്ര ദിവസം വരെ ആകാം എന്നതിലും ഭൂരിപക്ഷത്തിൻ്റെ അടുക്കലും ഒരു ക്ലിപ്തമായ കണക്കില്ല. ഏറ്റവും എളുപ്പത്തിൽ എത്ര ദിവസം കൊണ്ട് സാധിക്കുമോ അത്രയും ദിവസം കൊണ്ട് ഖുർആൻ ഖത്തം തീർക്കേണ്ടതാണ്. എന്നാൽ ഖുർആൻ തീർക്കുന്നത് 40 ദിവസത്തിലധികമാകാൻ പാടില്ല എന്നുള്ളതാണ് ചില ഉലമാക്കളുടെ അഭിപ്രായം. അതായത് ഒരു ദിവസം കുറഞ്ഞ പക്ഷം 3/4 ജുസ് ഓതണം. വല്ല കാരണവശാലും ഒരു ദിവസം ഓതാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അടുത്ത ദിവസം അതും കൂടി പരിഹരിക്കുക. ചുരുക്കത്തിൽ 40 ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കുക. ഭൂരിപക്ഷ ഉലമാക്കളുടെ അടുക്കലും അത് നിർബന്ധമായതൊന്നുമല്ല. പക്ഷേ 40 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഓതി തീർക്കുക എന്നതാണ് ഖുർആനോട് നമ്മൾ കാണിക്കേണ്ട മര്യാദ എന്നാണ് പ്രമുഖ പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിത വിജയം നേടുന്ന സജ്ജനങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റേ പ്രത്യേക കാര്യം, ഈ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഖൈറ്. എല്ലാവരും പരമാവധി കാണണം, ദീനിയായിട്ട് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഒരുപാട് പേരിലേക്ക് എത്താൻ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ എല്ലാവരും തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന പരസ്യങ്ങളൊക്കെ പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അത് നമുക്കൊരു യൂട്യൂബിൽ നിന്ന് ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു വരുമാനം ഉണ്ടാകുന്നതിന് കാരണമാകും. ആ വരുമാനം കൊണ്ട് വേണമെങ്കിൽ ഇതൊക്കെ നടന്നു പോകാൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.